LDF-ൽ നിന്ന് തന്നെ ഉണ്ടായ എതിർപ്പും കോടതിയിൽ തിരിച്ചടിയാകുമെന്ന ഭയവുമാണ് പാരഡിപ്പാട്ടിൽ കേസെടുക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് സർക്കാരിനെ പിന്നോട്ടടുപ്പിച്ചത്. പാട്ടിൽ കേസ് സർക്കാരിന് അവമതിപ്പുണ്ടാക്കിയെന്ന് പാർട്ടിയിൽ തന്നെ ഒരു വിഭാഗത്തിന് അഭിപ്രായമുണ്ട്. കേസിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാനായത് UDF-ന് നേട്ടമായി. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടതെല്ലാം LDF-നും സർക്കാരിനും തുടർച്ചയായി തിരിച്ചടിയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കനത്ത തോൽവിക്ക് കാരണം ശബരിമല വിവാദങ്ങൾ തന്നെയെന്നാണ് CPI നിലപാട്. പിന്നാലെയായിരുന്നു പാരഡിപ്പാട്ടിൽ കേസെടുക്കാനുള്ള സർക്കാർ തീരുമാനം. തെരഞ്ഞെടുപ്പ് തോൽവിയും VC നിയമനത്തിലെ ഒത്തുതീർപ്പടക്കമുള്ള ചർച്ചകളും കേസിലൂടെ വഴിതിരിച്ചുവിടാമെന്ന സർക്കാർ ബുദ്ധിയും പിഴച്ചു. കേസിന് പിന്നാലെ കോൺഗ്രസ് നേതാക്കൾ കളം നിറഞ്ഞു കളിച്ചു. അതോടെ പാട്ടിനൊപ്പം ശബരിമല സ്വർണ്ണക്കൊള്ള വീണ്ടും സജീവ ചർച്ചയായി. കേസ് പൊല്ലാപ്പ എന്ന പക്ഷമുള്ളവർ LDF-ലും CPM-ലും ഉണ്ടായിരുന്നു. കേസ് കോടതിയിൽ നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥരും സംശയം പ്രകടിപ്പിച്ചു. ഇതോടെയായിരുന്നു സർക്കാരിന്റെ യൂടേൺ. പരാതിയുമായി പാർട്ടിക്ക് ബന്ധമില്ലെന്ന് പറഞ്ഞ് CPM ജില്ലാ നേതൃത്വവും കൈകഴുകി. പാർട്ടി സംബന്ധിച്ച് പരാതി കൊടുത്തിരിക്കുന്നത് തിരുവാഭരണ സംരക്ഷണ സമിതി എന്ന സ്വതന്ത്ര സമിതിയാണ്. അത് പാർട്ടിക്ക് അതുമായിട്ട് ബന്ധമില്ല. പാർട്ടി അങ്ങനെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും ഇടപെടുന്നൊരു പാർട്ടിയല്ല. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതാണ് CPM ഇടതുപക്ഷം. പാട്ട് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമെന്നാരോപിച്ച് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കുമെന്നായിരുന്നു CPM പത്തനംതിട്ട ജില്ലാ നേതൃത്വം നേരത്തെ അറിയിച്ചത്. എന്നാൽ ഈ തീരുമാനവും CPM ഉപേക്ഷിച്ചുവെന്നാണ് സൂചന. എന്തായാലും സർക്കാരിന്റെ പിന്നോട്ടുപോക്കിൽ നേട്ടമുണ്ടാക്കിയത് UDF ആണ്. ഈ പാർട്ടി ഇത്ര ഹിറ്റാക്കിയത് CPM-ന്റെ മണ്ടത്തരമാണ്. വൈകിയാണെങ്കിൽ പോലും അവർക്ക് സൽബുദ്ധി ഉദിച്ചു എന്ന് മനസ്സിലാക്കും. പാരഡി കേസ് പ്രതിപക്ഷത്തിന് സർക്കാരിനെയും പാർട്ടിയെയും അടിക്കാനുള്ള വടികൊടുക്കലായിരുന്നുവെന്ന് LDF-ലും CPM-ലും വിമർശനമുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം.